ഹായ്. ഇപ്പോൾ സമയം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3:20 ആയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരാനായി. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ കപ്പിന് 1/2 കപ്പ് കടലമാവ് എടുത്തു ആദ്യം. പിന്നെ അതിന് 1 കപ്പ് മൈദാമാവും വീണ്ടും അതിന് 1/2 കപ്പ് തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫുഡ് കളർ കൂട്ടുന്നവരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടാറില്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എള്ള്, കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ കൂട്ടിയാൽ മതി. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അതായത് പഴം മാവിൽ മുങ്ങി അത് നമുക്ക് എടുക്കുന്ന ഒരു തരം അറിയാലോ, ഏകദേശം അങ്ങനെ. പിന്നെ ദാ പഴം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴം 4 സ്ലൈസ് ആക്കുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അത് പറ്റ കനം കൂടിയിട്ടും പറ്റ കനം കുറഞ്ഞിട്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല. കനമൊക്കെ കുറഞ്ഞാൽ മാവിൽ മുക്കിയെടുക്കുമ്പോൾ പഴം പൊട്ടിപ്പോവും. കനം കൂടി കഴിഞ്ഞാൽ പഴം പുഴുങ്ങിയൊരു ടേസ്റ്റ് മാത്രമാണ് നമുക്കതിൽ കിട്ടുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണമല്ലോ നന്നായിട്ട്, അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു വണ്ണത്തിലും ഇതിലൊക്കെ ഒന്ന് പൊലിവായിട്ട് വരും അത്. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 3 ഇട്ട് കൊടുത്തു. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ഇത് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്, ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് 3 വീതം തന്നെ. വീണ്ടും അതൊക്കെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ പഴംപൊരി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, എടുത്ത് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് എടുത്ത് പൊട്ടിക്കുകയാണ്. കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. പിന്നെ അത് നമ്മൾ കടിക്കുമ്പോൾ ആ എള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എള്ളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നല്ല വിശപ്പോടെയൊക്കെ വരുമ്പോൾ നല്ല പാൽച്ചായയും പഴംപൊരി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.